Yes, good afternoon. Good afternoon, sir. Okay, Shahana. Good afternoon, sir. Okay. Okay. Start it now. Okay, good afternoon, Reshma. Yes. Sir, reasons ille? Reasons are the middle. Reasons are irrelevant. Values are irrelevant. Yes. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റിപ്പോർട്ടഡ് സ്പീച്ചിന് ഓരോ ടെൻസുകളും എങ്ങോട്ടൊക്കെയാണ് മാറ്റി എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനിഷ് ചെയ്തു. ഓരോ ടെൻസുകൾ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത്രയും ടെൻസുകൾ ഏതൊക്കെ ടെൻസുകളിലേക്ക് മാറ്റി എഴുതണം എന്നുള്ളതാണ് ലാസ്റ്റ് ക്ലാസ് വഴി നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് ടെൻസുകളല്ലാതെയുള്ള കുറെ കാര്യങ്ങളുണ്ടാകും. അതായത് ചിലപ്പോൾ ഒരു റിക്വസ്റ്റ് ആയിരിക്കും, ഓർ ഇറ്റ് മേ ബി എ കമാൻഡ്, ഒരു കമാൻഡ് ആയിരിക്കും, ഓർ ഇറ്റ് മേ ബി ആൻ അഡ്വൈസ്, ഒരു ഉപദേശമായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പൊ നിങ്ങളൊരു ജനലിന്റെ സമീപത്തിരിക്കുകയാണ്. അപ്പോ അകലെ കുറച്ച് അകലെ ഇരിക്കുന്ന ഒരാൾ നിങ്ങളോട് പറയുന്നു ഓപ്പൺ ദ വിൻഡോ. ആ വിൻഡോ അത്രയുണ്ട്. ഹീ സെറ്റ്, അവൻ പറയുന്നു ഓപ്പൺ ദ വിൻഡോ, അത്രയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? അതൊരു റിക്വസ്റ്റ് ആണ്, ആ ജനലൊന്ന് തുറക്കും. അത് നമ്മള് വേറെ ആളോട് പറയുമ്പോൾ അവൻ എന്നോട് ജനല് തുറക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമാൻഡ്, ആജ്ഞാപിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം, ആ കമാൻഡ് ചെയ്ത കാര്യം വേറൊരാളോട് അവൻ എന്നോട് ഇങ്ങനെ കമാൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇതാണ് നമ്മൾ ഇന്ന് അല്പസമയം നോക്കാൻ പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. യെസ്, അപ്പോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ റിക്വസ്റ്റ്, കമാൻഡ് ആൻഡ് അഡ്വൈസസ്. എങ്ങനെയാണ് ഒരു റിക്വസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കമാൻഡിനെ അല്ലെങ്കിൽ ഒരു അഡ്വൈസ്, ഒരു ഉപദേശത്തെ ഉപദേശിക്കുന്നതിന് നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് എങ്ങനെ മാറ്റി എഴുതാൻ എന്നുള്ളതാണ് നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. അപ്പൊ ഈ വാചകം നമുക്ക് വെച്ചിട്ട് നമുക്ക് ആരംഭിക്കാം. ഇവിടെ കോമന്റ് എഴുതുക, ഓപ്പൺ ദ വിൻഡോ. ഓപ്പൺ ദ വിൻഡോ, WINDOW, ഓപ്പൺ ദ വിൻഡോ. ഇവിടെ കോമ ക്ലോസ് ചെയ്യും, ഓപ്പൺ ദ വിൻഡോ. ഓക്കെ. She said. ഓക്കെ. അപ്പോ ഇവിടെ ഒരു സംഗതി അണ്ടർസ്റ്റുഡ് ഉണ്ട്. അണ്ടർസ്റ്റുഡ് അവിടെ ആ വാക്ക് കിടപ്പുണ്ട്. നിങ്ങൾ ആ ജനൽ തുറക്കാമോ എന്നാണ് ചോദിക്കുന്നത്. നേരിട്ട് നമ്മളോട് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ ആ യു എന്ന് പറയുന്ന വേർഡ് ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളോടാണ് ചോദിക്കുന്നത് ജനൽ തുറക്കാമോ. യു ഓപ്പൺ ദ വിൻഡോ എന്നാണ്. യു ഓപ്പൺ ദ വിൻഡോ. ആ യു എന്നുള്ളത് നമ്മളിവിടെ ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ട് പരിഗണിച്ചേക്കുന്നു. പകരം നമ്മൾ അതവിടെ
നമ്മളോടാണ് ചോദിക്കുന്നത്, നമ്മളെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ യു ഉപയോഗിച്ചതിന് കുഴപ്പമില്ല, വേറെ ആരോടും പിന്നെ ചോദിക്കുന്നത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് യു എന്നുള്ളത് അവിടെ പറയാത്തത്. ഓപ്പൺ ദ വിൻഡോ. ഓക്കെ, അപ്പോ അവൾ ജനല് തുറക്കുവാൻ ആവശ്യപ്പെട്ടു. ഓക്കെ, എങ്ങനെ വരും ഇംഗ്ലീഷ്? അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച നിയമം പ്രയോഗിക്കരുത്. OPEN, ഓപ്പൺ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓപ്പൺ അപ്പൊ നമ്മൾ വിചാരിക്കും സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതേണ്ടതല്ലേ നമ്മൾ ചിന്തിക്കും. അത് വേണ്ട, ഇത് വേറെ നിയമങ്ങൾ. കാരണം വിച്ച് ഇസ് എ റിക്വസ്റ്റ്, or it may be a command, or it may be an advice. അപ്പൊ അഡ്വൈസോ കമാൻഡോ റിക്വസ്റ്റോ അങ്ങനെയെല്ലാം ആണെങ്കിൽ അത് വേറൊരു രീതിയിലോട്ടാണ് മാറ്റി തരുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് മിക്കവാറും വെർബ് മുതലേ ആരംഭിക്കുന്നു. വെർബ് കണ്ടോ? ഇവിടെ നോക്കി, ഓപ്പൺ ദ വിൻഡോ എന്ന് ചോദിച്ചാൽ യു ഓപ്പൺന്നോ ഐ ഓപ്പൺന്നോ അങ്ങനെ വല്ലതുണ്ട്, സബ്ജക്റ്റ് ഇല്ല. ഓപ്പൺ ദ വിൻഡോ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ വല്ല സമയത്ത് ആർക്കെങ്കിലും പറയാമോ? എനിബഡി? ഇത് കുറച്ച് പിന്നോട്ട് മാറ്റുമ്പോൾ എങ്ങനെ മാറ്റും അത്? യെസ്. അപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് യാതൊരു നിയമം നിങ്ങൾ നോക്കണ്ട. അതിന്റെ തൊട്ട് മുന്നിൽ ഒരു ടു ചേർത്ത് ചെയ്യാൻ മതി. TO2. ഓക്കെ, ഷീ ആസ്ക്ഡ് ആവശ്യപ്പെട്ടു. ടു ഓപ്പൺ തുറക്കുവാൻ, ആ വാൻ ഇതിനൊക്കെ വരാത്, തുറക്കുവാൻ. ടു ഓപ്പൺ ദ വിൻഡോ ജനല് തുറക്കുവാനാണ് ആവശ്യപ്പെട്ടു, അവൾ ആവശ്യപ്പെട്ടു. ടു ഓപ്പൺ ദ വിൻഡോ അതവൾ ഷീ ആസ്ക്ഡ് ടു ഓപ്പൺ ദ വിൻഡോ. അപ്പൊ അവിടെ ഒരു പ്ലീസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം ഷീ റിക്വസ്റ്റഡ് ടു ഓപ്പൺ ദ വിൻഡോ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കാര്യമാണ് അവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് വേണമെങ്കിൽ പ്ലീസ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഇതാക്കാം. ആജ്ഞാപിക്കുന്ന പോലെ അല്ലെങ്കിൽ കമാൻഡ് തന്നെ, ഹി അല്ലെങ്കിൽ ഷീ കമാൻഡഡ്, പിന്നെ ടു ചേർത്തിട്ട് ആ വെർബ് പറഞ്ഞാൽ മതി. അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൻസർ. ഷീ ആസ്ക്ഡ് ടു ഓപ്പൺ ദ വിൻഡോ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ കിട്ടിയല്ലോ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇൻവെർട്ടഡ് കോമയിൽ ഇത് സിറ്റ് ഡൗൺ, SIT, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, കോമ സീത, സിറ്റ് ഡൗൺ സീത. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്തിട്ട് ഷീ സെറ്റ് ചെയ്ത്, ഷീ സെറ്റ്. ഓക്കെ, ഷീ സെറ്റ്. ഓക്കെ, ഇത് എഴുതി നോക്കി. അപ്പൊ അവൾ പറഞ്ഞു, സീതയോട് പറഞ്ഞു അവിടെ ഇരിക്കുക. യെസ്. വേറൊന്നും ചേർക്കണ്ട. ടു ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയത്. ഓക്കെ, രേഷ്മ, ആ സീത ലാസ്റ്റ് നിന്ന് എടുത്തിട്ട് ആസ്ക് എടുക്കുന്ന ശേഷം ചേർക്കുക. അപ്പൊ കറക്റ്റ്. യെസ്. ഓക്കെ ബിന്ദു. യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരുന്നത്? ഷീ ആസ്ക്ഡ് സീത അല്ലെങ്കിൽ ടോൾഡ് സീത എന്ത്? ടു സിറ്റ് ഡൗൺ, ഇരിക്കുവാനായിട്ട്. ടു സിറ്റ് ഡൗൺ. ഓക്കെ, അടുത്ത് ഇൻവെർട്ടഡ് കോമയിൽ ഇത് ഡോണ്ട്, DONT, ഡോണ്ട് jump, JUMP, jump into river, into river.
Don't jump into river. വെള്ളത്തിലേക്ക് നദിയിലേക്ക് ചാടരുത്. ഇൻവെർട്ടഡ് കോമ എഴുതുക. അത്രയും ഭാഗം ഇൻവെർട്ടഡ് കോമ അകത്തില്ല. She said it to the children. She said it to the children. Okay. Okay. Don't jump. നേരത്തെ ഇതിനു മുമ്പൊക്കെ ചോദിക്കണം വാചകങ്ങളിൽ വേർബ് പോലെ ആരംഭിക്കും. ഇവിടെ നെഗറ്റീവ് ആയിട്ടാണ് ഡോണ്ട് എന്നുള്ളത് പ്രിപ്പർ സ്പീച്ചോട് വരുമ്പോ എങ്ങനെ മാറ്റണം? തുടക്കത്തിലുള്ളതാണെങ്കിൽ ഡോണ്ട് എന്നുള്ളത് എങ്ങനെ മാറ്റണം? അത് മാറ്റേണ്ടത് നോട്ട് ടു എന്നാണ്. നോട്ട് ടു എന്ന് മാറ്റണം. അപ്പൊ നമുക്ക് എന്താ പറയാം? അവള് കുട്ടികളോട് പറഞ്ഞു നദിയിലേക്ക് ചാടരുത്. ഡോണ്ട് എന്നുള്ളത് മാറ്റുന്നു നോട്ട് ടു അല്ല. നോട്ട് ടു എന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ടു ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്കിത് എങ്ങനെ പറയാൻ പറ്റുന്നത്? ആരോടെ ചോദിച്ചു? ആരെങ്കിലും പറഞ്ഞു, കുഴപ്പമില്ല. ബിന്ദുവിനെ പറഞ്ഞു. She asked to the children not to jump into the river. Okay. Not to jump into the river. ശരിയാണ്. She asked the children. കുട്ടികളോട് ആവശ്യപ്പെട്ടു not to. നോട്ട് മാറ്റി not to jump into the river. Okay. പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ആൻസർ. ഇൻവെർട്ടഡ് കോമ ANSWER. ആൻസർ. The question number 3. Answer the question number 3 first. 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 Answer the question number 3 first. Okay. അത് ഇൻവെർട്ടഡ് കോമ അകത്തിട്ട്. Answer the question number 3 first എന്നുള്ളത് ഇൻവെർട്ടഡ് കോമ അകത്തിട്ട്. Yes. Correct. Answer the question number 3. Okay. That Baki, the teacher said it to SAID, said it to the students. STUDENTS, students. Teacher said it to students. Okay. അപ്പോൾ നോക്കാം. കുട്ടികളോട് ടീച്ചർ പറയാണ് ആൻസർ ദ ക്വസ്റ്റ്യൻ നമ്പർ 3 ഫസ്റ്റ്. മൂന്നാമത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം എഴുതുക. അപ്പൊ അതൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ വേർഡിൽ ഉപയോഗിച്ചാൽ മതി. ദ ടീച്ചർ ഇൻസ്ട്രക്റ്റഡ് ദ സ്റ്റുഡൻസ്. ബാക്കി എഴുതുക. ദ ടീച്ചർ ഇൻസ്ട്രക്റ്റഡ് ദ സ്റ്റുഡൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എഴുതുന്നു. Okay, Shahana. Okay, ശരിയാണ്. Okay. ചിന്തു കറക്റ്റ് ആണ്.
യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനും വിശ്വസിക്കുന്നു. അതിനകത്ത് 2 വാദത്തിൻ്റെ കൂടിയുണ്ട്, നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് കുറച്ച് മലയാളം വേർഡുകൾ പറഞ്ഞിട്ട് അതിന്റെ ഇംഗ്ലീഷ് നിങ്ങളോട് പറയാനായിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഫ്രീയായിട്ട് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ബാലൻസ് ഉള്ള കുറച്ചുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു സിറ്റുവേഷനിൽ വന്നു. അപ്പൊ അവിടെ സങ്കടപ്പെടുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോ ആ സങ്കടപ്പെടുന്ന ആളോട് പറയാണ് കരയരുത് എന്ന് പറയരുത്. യെസ്, ആ കരയരുത് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയും? പറഞ്ഞു. Don't cry. ഡോണ്ട് ക്രൈ. ഓക്കെ, അത് ഷിനു പറഞ്ഞതും ബിന്ദു പറഞ്ഞതും രേഷ്മ പറഞ്ഞതും ശിഖ പറഞ്ഞതും കറക്റ്റാണ്. ഡോണ്ട് ക്രൈ ശരിയാണ്, കറക്റ്റാണ്. ഡോണ്ട് ക്രൈ, കരയരുത്. ഓക്കെ, യെസ്. അപ്പോ കരയരുത് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ കരച്ചിൽ നിർത്തി. അപ്പോ അദ്ദേഹത്തോട് നമ്മൾ പറയാണ് നിങ്ങളുടെ മുഖം തുടയ്ക്കുക, നിങ്ങളുടെ മുഖം തുടയ്ക്കുക എന്ന് പറയുക. അതൊരു കർച്ചീഫോ ഒരു ടർക്കിയോ എടുത്തു കൊടുത്തുകൊണ്ട് പറയുന്നു നിങ്ങളുടെ മുഖം തുടയ്ക്കുക. Please rub your face. ക്ലീൻ യുവർ Please rub your face. ഫേസ്. ക്ലീൻ യുവർ ഫേസ്. അപ്പൊ ഷഹാന പറഞ്ഞു റബ്ബ് പറഞ്ഞത്. റബ്ബ് എന്നാണ് പറഞ്ഞത്. റബ്ബ് എന്നാ പറഞ്ഞത്. റബ്ബ് യുവർ ഫേസ്. ഓക്കെ, അടുത്തത് ഇനി വേറെ ആർക്കെങ്കിലും? Please wipe your face. കറക്റ്റ്. കുറച്ചുകൂടി ഭംഗിയുള്ളത്, കുറച്ചുകൂടി എന്താ പറയാ കോൺവെർസേഷൻ അടുത്ത് നിൽക്കുന്ന വാക്കാണ് നസീമ പറഞ്ഞത്. വൈപ്പ് യുവർ ഫേസ്. വൈപ്പ് തുടയ്ക്കുക, വൈപ്പ് യുവർ ഫേസ്. അത് മൂക്കാണ് തുടക്കാൻ പറയുകയാണെങ്കിൽ വൈപ്പ് യുവർ ഫേസ് എന്നുള്ളത് മാറ്റിയിട്ട് നോസ് എന്നാക്കുക. വൈപ്പ് യുവർ ഫേസ്. ഓക്കെ 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 ഓക്കെ. വീണ്ടും നിങ്ങൾ യാദൃശ്ചികമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരു ചെറിയ കുട്ടിയുമുണ്ട്. നിങ്ങൾ വിചാരിക്കുക നിങ്ങളൊരു കൂട്ടുകാരിയെ കണ്ടു. കുറച്ച് സമയം കൂട്ടുകാരിയുമായിട്ട് വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വേറെ പിരിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകളോട് പറയുകയാണ് ആന്റിയോട് ഒരു ഹായ് പറയും. ആന്റിയോട് ഒരു ഹായ് പറയും. Say hi. Say hi Say to hi to aunt. Say hi. To aunt. ശരി, അപ്പൊ സേ ഹായ് ടു എന്ന് പറഞ്ഞിട്ട് ആരോടാണ് പറയുന്നത്? ആന്റി ആണെങ്കിൽ ആന്റി, അങ്കിൾ ആണെങ്കിൽ അങ്കിൾ, ഗ്രാൻഡ് പാരന്റ് ആണെങ്കിൽ ഗ്രാൻഡ് പാരന്റ്, അതിന് ആ രീതി ചേർത്ത്. ഓക്കെ, സേ ഹായ് ടു പിന്നെ ആരോടാണ് പറയുന്നത് അങ്ങനെ. ഓക്കെ, അപ്പൊ കൂട്ടുകാരി പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാരിയാണ്. അപ്പോ മടിയത്തിയാണ്, അത് നിങ്ങൾക്കറിയാം. അപ്പൊ ഇപ്പോ കൂട്ടുകാരിയുമായിട്ട് വേറെ കഴിയുന്നതിന് മുമ്പ് ഒരു ഉപദേശ രൂപേണ നിങ്ങൾ പറയുകയാണ് മടിയനാകരുത്. യെസ്, അതൊന്നും ഇംഗ്ലീഷിൽ പറഞ്ഞു. മടിയനാകരുത് അല്ലെങ്കിൽ മടിച്ചിയാകരുത്. don't be lazy. Don't be lazy. lazy. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. രേഷ്മ കറക്റ്റ് ആണ്. ഷഹാന ചിന്നു പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. Don't be lazy. LAZ എന്ന് പറയും. Don't be lazy. ഓക്കെ 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 ഓക്കെ. ഞാൻ ബി എന്നുള്ള പറഞ്ഞില്ലായിരുന്നു, ബി ചേർത്തില്ലായിരുന്നു. ഡോണ്ട് ബി പറയാം കേട്ടോ. ഡോണ്ട് ബി ലേസി. ഡോണ്ട് ബി. ബി ആയിരിക്കുക കേട്ടോ, ബി ആയിരിക്കുക. യെസ്, അപ്പൊ ഡോണ്ട് ബി ലേസി. ബി ലേസി, ബി ആയിരിക്കും. ബി ലേസി എന്ന് പറയുമ്പോൾ മടിയായിരിക്കും. ഇപ്പൊ ഡോണ്ട് ബി ലേസി, മടിയാവരുത്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഇനി എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചു. അപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പീഡ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തോട് നിങ്ങൾ പറയുകയാണ് വേഗം ചെയ്യൂ. Do it fast. Be fast. Be fast. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഡു ഇറ്റ് ഫാസ്റ്റ്ലി ഓർ ഡു ഇറ്റ് ക്വിക്കലി. ഓക്കെ 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 ഓക്കെ, വേഗം ചെയ്യും. ഡു ഇറ്റ് ഫാസ്റ്റ്, ഡു ഇറ്റ് ക്വിക്കലി.
ഇനി ഇളയ കുട്ടി ഉറങ്ങി കിടക്കുകയാണ്. അപ്പൊ മൂത്ത കുട്ടിയോട് പറയുകയാണ് ശബ്ദമുണ്ടാക്കരുത്. ശബ്ദമുണ്ടാക്കിയാൽ ഇളയവൾ എഴുന്നേൽക്കും, ഇളയ കുട്ടി എഴുന്നേൽക്കും. അതുകൊണ്ട് ശബ്ദമുണ്ടാക്കരുത് എന്ന് മൂത്ത കുട്ടിയോട് നമ്മൾ പറയുകയാണ്. യെസ്, പറയും. Don't make noise. കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഡോണ്ട് മേക്ക് നോയ്സ്, ഡോണ്ട് മേക്ക് നോയ്സ്. അപ്പോ കുട്ടി എന്ത് ചെയ്യുന്നു? വളരെ ശബ്ദമുണ്ടാക്കാതെ നിൽക്കുകയാണ്. അപ്പൊ അവന്റെ വിഷമിച്ച് മുഖം കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങൾ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് വിശക്കുന്നുണ്ടോ? Are you hungry? ആർ യു ഹംഗ്രി? യെസ്, അത് ബിന്ദു പറഞ്ഞു. ഇനി വേറെ ആർക്കെങ്കിലും? നിനക്ക് വിശക്കുന്നുണ്ടോ? അപ്പൊ ബിന്ദു പറയുന്നു ആർ യു ഹംഗ്രി. ഇനി അതിനോട് പക്ഷെ ചെയ്യുന്നില്ല അവരും, അല്ലേ? നോ ചേഞ്ച്. ഓക്കെ, ഡു യു പറയൂ. ഡു യു എന്ന് പറയും. ഡു യു എന്ന് പറയുമ്പോഴല്ല, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വെർബ് പറയണം. ഡു യു ഫീൽ ഹംഗ്രി എന്ന് ചോദിക്കാം. വിശപ്പ് അനുഭവപ്പെടാം. അപ്പൊ ഡു എന്ന് വരുമ്പോൾ അത് കാണിക്കുന്നത് ഒരു ഹാബിച്വൽ ആക്ഷനാണ്. സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ, വരാറുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ് ആക്ഷനാണ്. യെസ്, ഇവിടെ ഹാബിച്വൽ ആക്ഷൻ. ഇപ്പൊ നിനക്ക് വിശക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആർ യു ഹംഗ്രി ഇസ് കറക്റ്റ് കേട്ടോ. അപ്പോ ആ വിശക്കുന്നുണ്ടോ എന്നതിന് പകരം ദാഹിക്കുന്നുണ്ടോ എന്നാണെങ്കിൽ നമുക്ക് എന്ത് മാറ്റിയാൽ മതി? ഹംഗ്രി എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ വേറെ വീട് ചേർത്താൽ മതി. എന്താണ് ചേർക്കുക? ടേസ്റ്റി. ഓക്കെ, ഷഹാന കറക്റ്റ് ആണ്. ആർ യു ടേസ്റ്റി? THIRSTY. നിനക്ക് ദാഹിക്കുന്നുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി. നിനക്ക് ദാഹിക്കുന്നുണ്ടോ? ആർ യു ടേസ്റ്റി? THIRSTY. യെസ്. അപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് യോഗ പഠിപ്പിക്കാൻ ചെല്ലുകയാണ്. അപ്പൊ യോഗ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഏതെങ്കിലും ഒരു ഐറ്റം പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അവരോട് പറയാണ്, കണ്ണുകളടച്ച് 5 വരെ എണ്ണുക. കണ്ണുകളടച്ച് 5 വരെ എണ്ണുക. യെസ്. Close your eyes and കൗണ്ട് അപ് ടു 5. കൗണ്ട് അപ് ടു 5 അല്ലേ? യെസ്. അപ്പൊ ക്ലോസ് യുവർ ഐസ് ഇവിടെ ബിന്ദു പറഞ്ഞു. അതിന്റെ കൂടെ കൗണ്ട് അപ് ടു 5 നസീമ പറഞ്ഞു. ഓക്കെ, ഇതിലും വേറെ വല്ല രീതിയിൽ കുറച്ചുകൂടി ലളിതമായിട്ടുള്ള അതൊക്കെ പറയാട്ടോ. കണ്ണുകൾ അടയ്ക്കുക, 5 വരെ എണ്ണുക. രേഷ്മ 2 up to വരെ എന്നുള്ളത് നമുക്ക് എന്താ ഉപയോഗിക്കാം? ടിൽ എന്ന് ഉപയോഗിക്കാം. Until. Okay. Till. Yes. Close your eyes and count till 5. Close your eyes and count till 5. Okay. ഇനി ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടിയോട് നിങ്ങൾ പറയുന്നു, അവിടെ പോയിരിക്കൂ എന്ന് പറയുന്നു. Sit down. Please sit down. Okay. ഷഹാന എന്താ പറഞ്ഞത്? sit there. Okay. Go there and sit down. Go there and sit. Okay, there അവിടെ നിന്ന് മാറ്റിയേക്കുക. Go and sit there. പോയി അവിടെ ഇരിക്കൂ. Go and sit there. Okay. അതാണ് കുറച്ചുകൂടി ഭംഗി. Go and sit there. അവിടെ പോയി ഇരിക്കൂ. Go and sit there. Yes. അപ്പോൾ വീണ്ടും അടുത്തത് നമുക്ക് പറയാം. ഒരു ജോലിക്കാരൻ നിങ്ങൾ വിളിച്ചു. ആ ജോലിക്കാരൻ നിങ്ങളൊരു ജോലി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ജോലി
പൂർത്തിയായിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ വന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം ആ ജോലിക്കാരനോട് നിങ്ങൾ പറയാണ് നിങ്ങളുടെ ജോലി പൂർത്തിയായി. Finish your job. കംപ്ലീറ്റ് യുവർ വർക്ക് എന്താണ് ചെയ്തത്? Work. വർക്ക് എന്നാ പറഞ്ഞത്. ഫിനിഷ് യുവർ വർക്ക്. ഓക്കെ, അടുത്തത്. Your work didn't complete. ആ നിങ്ങൾക്ക് ചോദ്യം വരുമ്പോ ചോദ്യം കംപ്ലീറ്റ് ചെയ്തു എന്നർത്ഥം കേട്ടോ. കംപ്ലീറ്റ് യുവർ വർക്ക്. യെസ്, ഓക്കെ 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 ഓക്കെ, റെഡിയാണ്. അപ്പോ നമുക്കത് കുറച്ചുകൂടി ഭംഗിയായിട്ട് പറയുകയാണെങ്കിൽ ഫിനിഷ് യുവർ വർക്ക്, ഫിനിഷ് യുവർ കോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. CHORES കറക്റ്റ് ആണ്. ഓക്കെ, ഫിനിഷ് യുവർ വർക്ക്, റെഡി. ഇനി അടുത്തത് ധാരാളം ആളുകള് ക്യൂ ഒന്നും ഇല്ലാണ്ട് കലവില കൂടി വല്ല കണ്ടു കഴിഞ്ഞപ്പോ അവരോട് നിങ്ങൾ പറയാണ് നിങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഊഴം കാത്തിരിക്കുക. എങ്ങനെ ഇംഗ്ലീഷ് പറയും? നിങ്ങളുടെ ഊഴം കാത്തിരിക്കുക. Please wait for your time. പ്ലീസ് വെയിറ്റ് ഫോർ യുവർ ടൈം. ഓക്കെ, അത് ബിന്ദു പറഞ്ഞു. Please wait for your chance. പ്ലീസ് വെയിറ്റ് ഫോർ യുവർ ചാൻസ്. രേഷ്മ പറഞ്ഞു പ്ലീസ് സ്റ്റേ. ഓക്കെ, ഇനി ആരെങ്കിലും നിങ്ങളുടെ ഊഴം Wait your target. വെയിറ്റ് ഫോർ യുവർ ടാർഗറ്റ്. ലക്ഷ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് വേറെ ആർക്കെങ്കിലും? വെയിറ്റ് യുവർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയില്ലേ? യുവർ ഓപ്പർച്യൂണിറ്റി, അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുക. ഓക്കെ 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 ഓക്കെ, ഓപ്പർച്യൂണിറ്റി, അവസരം. ഓക്കെ, അപ്പോ എല്ലാവരും പറഞ്ഞത് തെറ്റൊന്നുമല്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ലളിതവൽക്കരിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരാൾ എഴുതി കാണിച്ചു പുള്ളയില്ല ടേൺ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് പറയാം. എന്റെ ടേൺ ആയിട്ടില്ല, നിന്റെ ടേൺ ആയെന്ന് എനിക്കറിയില്ല. ടേൺ എന്നാണ് പറയുന്നത്. അപ്പൊ വെയിറ്റ് യുവർ ടേൺ, എന്റെ ഊഴം വരെ കാത്തിരിക്കുക എന്നുള്ളതിന് വെയിറ്റ് യുവർ ടേൺ, TUR, that is apt. വെയിറ്റ് യുവർ ടേൺ, നിന്റെ ഊഴം വരെ കാത്തു നിൽക്കുക. വെയിറ്റ് യുവർ ടേൺ. ഓക്കെ, അപ്പോ മക്കളുമായിട്ട് ഒരു വിവാഹ പാർട്ടിയിലേക്ക് പോവുകയാണ്. അപ്പോ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ മക്കളോട് പറയുകയാണ് ഐസ്ക്രീം കഴിക്കരുത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബഹുണ്ടാക്കുന്നത് ഇപ്പോഴാ പറഞ്ഞേക്കാം, ഐസ്ക്രീം കഴിക്കരുത്. കാരണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ തൊണ്ടക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടറിയാം. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് പറയാണ് ഐസ്ക്രീം കഴിക്കരുത്. യെസ്, ഡോണ്ട് ഈറ്റ് ഐസ്ക്രീം. ഓക്കെ, ഡോണ്ട് ഈറ്റ് ഐസ്ക്രീം. ഇനിയിപ്പോ ഐസ്ക്രീമിന് പകരം വേറെ വല്ലതുണ്ടെങ്കിൽ ഐസ്ക്രീം എന്നുള്ള വേർഡ് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്താൽ മതി, ആ വേർഡ് അങ്ങോട്ട് ചേർത്താൽ മതി. ഡോണ്ട് ഈറ്റ് ഐസ്ക്രീം, ഐസ്ക്രീം കഴിക്കരുത്. അത് കറക്റ്റാണ്, കൃത്യമാണ്, കറക്റ്റാണ്. ഇനി അത് തന്നെ വേറൊരു രീതി, ഐസ്ക്രീം എന്നുള്ളതിന് പകരം ഞാനതൊന്നും മാറ്റിയിട്ട് അത് തുടരുത്, അത് ഡോണ്ട് ടച്ച് ദാറ്റ്. ഓക്കെ, ഡോണ്ട് ടച്ച് ദാറ്റ്, ഡോണ്ട് ടച്ച് ദാറ്റ്. ഓക്കെ, ഓക്കെ രേഷ്മ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഏതൊരു സന്ദർഭോചിതമായിട്ട് നമ്മുടെ സംസാരത്തിൽ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാം. നിങ്ങൾ വളരെ മനോഹരമായിട്ട് അതിന് ഉത്തരം പറയുകയും ചെയ്തത്. ഓക്കെ 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 ഓക്കെ, യു ആർ ഗ്രേറ്റ്. യെസ് ഷഹാന. യെസ്, അടുത്ത ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ്. ഇതിനു മുമ്പ് ചോദിച്ച പോലെ ഉള്ള ചോദ്യങ്ങളാണത്. സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്.
You may try to answer all the questions. Okay. നിങ്ങളുടെ ഉത്തരങ്ങൾ that should start with the letter E and M. ആദ്യത്തെ ലെറ്റർ ഇ എന്നും രണ്ടാമത്തെ ലെറ്റർ എം എന്നുമായിരിക്കണം. ഇ ആൻഡ് എം. ഇ ആൻഡ് എം. ഓക്കെ. അപ്പൊ ഈ വെച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ അക്ഷരം എന്തായിരിക്കും? എം ആയിരിക്കും. ഓക്കെ. അപ്പോ ഓപ്പൺ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. ഓക്കെ. ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. A man who rules an empire. EMPIR. Emperor. Emperor. നസീമല്ലേ പറഞ്ഞത്? Okay. Okay, Nasima, very good, very good. It's a correct answer. A man who rules an empire. ഒരു സാമ്രാജ്യം ഭരിക്കുന്ന ഒരാളെ നമ്മൾ പറയുന്ന പേര് എംപറർ എന്നാണ്. കറക്റ്റ് ആൻസർ ആണ് നസീമ. എംപറർ. എംപറർ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കിങ് ആൻഡ് എംപറർ? രാജാവ് എന്ന് പറയാതെ എംപറർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഡിഫറൻസ് എന്താണ്? ഈ എംപറർ എന്ന് പറയുമ്പോൾ he will be the king of kings. രാജാക്കന്മാരുടെ രാജാവായിരിക്കും. കാരണം പുള്ളിയുടെ കീഴിൽ കുറെ സാമന്ത രാജാക്കന്മാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ പുള്ളിയെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും. യെസ്. കാരണം അതുമല്ല എങ്കിൽ ഇദ്ദേഹം ആദ്യം കീഴടക്കിയ സ്ഥലത്തുള്ള ആളുകൾ തന്നെയായിരിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ രാജാവ് എന്ന അർത്ഥത്തില് എംപറർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. A box with nothing inside. A box. empty. Okay, 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 okay. ആരാണ് ആദ്യം പറഞ്ഞത്? എല്ലാവരും ഒരുമിച്ചായി പോയി. അപ്പൊ അതിന്റെ പേരില് എഴുതിയപ്പോ 5 ആദ്യം എഴുതിയത്. ഓക്കെ. റസീന. ഓക്കെ ഓക്കെ ഓക്കെ. empty. അപ്പൊ ആരൊക്കെ പറഞ്ഞു? ചിന്നു പറഞ്ഞു, ഒരാള്. ബിന്ദു പറഞ്ഞു. പിന്നെ ആരാണ്? ഷഹാനയും പറഞ്ഞു അല്ലേ? യെസ്. അപ്പൊ ഞാൻ 3 പേർക്ക് ഓരോ പോയിന്റ് ഇട്ടേ കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ 3 പേർക്കും ഓരോ പോയിന്റ് ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നസീമ. നസീമല്ല എഴുതിയത്. നസീമക്ക് ഞാൻ ഒരു പോയിന്റ് ഇടുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ഒക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വന്നത്. ഓക്കെ. അപ്പൊ എ ബോക്സ് വിത്ത് നത്തിങ് ഇൻസൈഡ്. അകത്തൊന്നുമില്ലാത്ത ബോക്സിനെ നമ്മൾ എംപ്റ്റി ബോക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. സംതിങ് സീരിയസ്. SERIOUS. Something serious and to act immediately. Emergency. Okay. ബിന്ദു പറഞ്ഞിട്ടുണ്ട്, അഞ്ചു പറഞ്ഞിട്ടുണ്ട്. അഞ്ചുവിനൊക്കെ കറക്റ്റ് കുറെ നാളുകളായല്ലോ. യെസ്. അപ്പൊ അഞ്ചു എഴുതി കാണിച്ചു, ബിന്ദു പറയുകയും ചെയ്തു. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ പറയുന്ന പേരാണ് എമർജൻസി. അടിയന്തരം. അടിയന്തര സിറ്റുവേഷൻ. സംതിങ് സീരിയസ് ആൻഡ് ടു ആക്ട്. പ്രവർത്തിക്കേണ്ടി ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ. ഓക്കെ. സോ ദാറ്റ് ക്യാൻ ബി കോൾഡ് an emergency situation. Okay, it's a correct answer. Next question. A symbol that represents something. A symbol that represents something. Shiga എഴുതി കാണിച്ചിട്ടുണ്ട്. Your answer is right, Shiga. Yes. Okay.
Your answer is right, Shiga. Shiga പറഞ്ഞിട്ടുള്ള correct ആണ്. അതിന്റെ ഉത്തരം എന്താണ്? Emblem. Emblem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a representation of something. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ സീലുകളിൽ ചിലപ്പോൾ ഒരു എംബ്ലം ഉണ്ടാകും. ആ എംബ്ലം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് ഇന്നതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്, കാരണം ആ എംബ്ലത്തിൽ അതുണ്ട്. ഓക്കെ, അപ്പോ എ സിമ്പിൾ that represents something is called emblem. Okay. Next question. A large Australian bird. I will repeat the question. Emu. A large Australian Emu. bird, some similar to an ostrich. Emu. Emu is the correct answer. Okay, similar to ostrich, it is a correct answer. Emu, correct answer. It is a correct answer. Very good. Yes. Next question. The title of TITL, the title of Muslim ruler. The title of Muslim ruler. ചില അറേബ്യൻ രാജ്യങ്ങളുടെയൊക്കെ പേരുകളൊക്കെ നിങ്ങൾ ഓർത്താൽ അതിന്റെ ആൻസർ കിട്ടും. ദ ടൈറ്റിൽ ഓഫ് മുസ്ലിം റൂളർ. നസീമ, ഓക്കെ, നസീമ, രേഷ്മ, രണ്ടുപേർക്കും പോയിന്റ് നൽകിയാണ്. രേഷ്മ, നസീമ, ഓക്കെ, കറക്റ്റ് ആണ്. നമ്മൾ എമിറേറ്റ്സ് എന്ന് പറയില്ലേ, എമിറേറ്റ്സ് മലയാളത്തിൽ പറയുമ്പോ അമീർ എന്ന് പറയും. അമീർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പറയുമ്പോൾ അമീർ ഖുസ്രു എന്നൊക്കെ പറയാറ്. അപ്പൊ എമീർ എന്നാണ് EMIR, എമിറേറ്റ്സ് എന്നൊക്കെ പറയുന്ന അതല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A woman who rules an empire. A woman who rules. Empowerment. പറയൂ. Empower. നമ്മൾ ആദ്യമേ പറഞ്ഞു, അതായത് എ മാൻ. ഇത് എ വുമൺ ആണ്. എംപ്രസ്. അപ്പൊ നമുക്കിവിടെ ചിഹ്നം എന്താണ് പറഞ്ഞത്? അല്ല, ഞാൻ വേറെയാ പറഞ്ഞു. എംപവർമെന്റ് വേറെ. എംപറർ ആണ് അത് സംഭവിക്കുന്നത് ആണുങ്ങളുടെ കേസിലാണ്. ഇവിടെ ലേഡീസിന്റെ കേസിലാണ്. സാമ്രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കുന്ന വരുന്നത്. അപ്പൊ എംപ്രസ് ആണ്. അപ്പൊ രണ്ടുപേർക്ക് തരാം. അഭിഷേകിന് തരാൻ ഒരു പോയിന്റ് കേട്ടോ. അഭിഷേക് എഴുതി ബിന്ദു പറയുകയും ചെയ്തു. യെസ്. അപ്പൊ നമുക്കിവിടെ പറയാം, ഒന്നുകൂടി പറയാം. എ വുമൺ ഹൂ rules an empire is called empress. EMPRESS. Okay, very good. Next is called a green stone. Emerald. Okay. അപ്പൊ രണ്ടുപേരില്ലാതെ വന്നു. ഷഹാന വന്നു, ബിന്ദു വന്നു. യെസ്, എമറാൾഡ്. Okay. The green stone is called emerald. Okay. Next question. To pay someone, PAY, to pay someone to work for you. To pay someone to work for you. Okay, Shiga, your answer is right answer. Your answer is right. Okay. Correct. Yes. Employee. 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 That's the answer.
പേ someone, ആർക്കെങ്കിലും പൈസ കൊടുക്കുക. എന്തിന്? ടു വർക്ക് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കുക. അപ്പൊ അയാൾ നമ്മുടെ ആരാണ്? അയാൾ നമ്മുടെ തൊഴിലാളിയാണ്, എംപ്ലോയി. എന്താണ് എംപ്ലോയി? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To express principles or ideas in a visible form. To express principles or ideas in a visible form. VISIBL, visible. എമ്പലപ്പെന്ന് അതെന്താ? ഒന്നുകൂടി പറഞ്ഞേ. അല്ല, എനിക്ക് ക്വസ്റ്റ്യൻ ശരിക്കും എമ്പലപ്പ് കേട്ടിട്ടുള്ളൂ. എൻവലപ്പ് വരെയാണ്. നോക്കി, ടു എക്സ്പ്രസ് പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓർ ഐഡിയാസ് ഇൻ എ വിസിബിൾ, VISIBL, വിസിബിൾ ഫോം. എപ്പോ ആണ്? To express Emission ആണോ? എമോഷൻ. Emission. emission, Emotion. emotion. അപ്പോ ഷഹാനി നസീമയും ഉത്തരത്തിന്റെ അടുത്തൂടെ പോയിട്ടുണ്ട്. ഞാനല്ല പറഞ്ഞത്, ഏഹ് ഷഹനല്ല പറഞ്ഞത്. ഞാനാ പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. എന്റെ അടുത്തുകൂടെയാണ് പോയിട്ടുണ്ട്. 80 കറക്റ്റ് ഒരേണെങ്കിൽ അവർക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തരാം. 80 ആണ് സാറേ. 80 സഹതാപ. 80 അല്ല, വേറെ വാക്കുണ്ട് ഒന്നുകൂടി. എംഫസൈസ്, അതല്ല അഭിഷേകൻ, ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ്. നോക്കി, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഐഡിയാസ്, അതൊക്കെ ഒരു വിസിബിൾ ആയിട്ട് കാണത്തക്ക രീതിയിൽ പ്രകടിപ്പിക്കുക. കാണത്തക്ക രീതിയിൽ, നമുക്ക് കാണാതെയും പ്രകടിപ്പിക്കല്ലേ, കാണത്തക്ക രീതിയിൽ വളരെ വിസിബിൾ ആയിട്ട് പ്രകടിപ്പിക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? അപ്പൊ ഷിഖക്കും നസീമക്കും വേറെ ആരും ഉത്തരം ശരിയാക്കി വരാത്തത് കൊണ്ട് ഞാൻ പരിഗണിക്കുകയാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ എംബോഡി, EMBODY, എംബോഡി. ഓക്കെ, EMBODY, എംബോഡി, എംബോഡിമെന്റ് എന്നൊരു വേർഡുണ്ട്. Okay, to express the principles or ideas in a visible, അതാണ് ശ്രദ്ധിക്കേണ്ടത്, കാണാൻ പറ്റുന്നത്, വിസിബിൾ ഫോം. യെസ്, ഓക്കെ. അപ്പോ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നും പതിവ് പോലെ നിങ്ങള് ശാസ്ത്രം തോറ്റു മനുഷ്യൻ ജയിച്ചു എന്ന് പറഞ്ഞ പോലെ കൃത്യമായി നിങ്ങൾ ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കൺഗ്രാറ്റുലേഷൻ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ചിന്നുവും രേഷ്മയും അഭിഷേകും ഓരോ പോയിന്റുകൾ വീതം ലഭിച്ച് സ്റ്റിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട്. യെസ്, അപ്പോ ഷഹാന 2 പോയിന്റുകൾ നേടിയിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഒന്നുകൂടി ഗാഢമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ശിഖ പതിവ് പോലെ മിനിമം സ്റ്റാൻഡേർഡ് നടത്തിയിട്ടുണ്ട്, 3 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. യെസ്, ഒരു കൺസിസ്റ്റൻസി അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ശരിക്കും. യെസ്, ഇപ്പോ കൺസിസ്റ്റൻസി വാക്കില്ല, കൺസിസ്റ്റൻസി, അതായത് ചില മാച്ചുകളിൽ ആ ബാറ്റ് ചെയ്യുന്നതാണ് 0-ന് ഔട്ടാകും, ചില മാച്ചുകളിൽ സെഞ്ചുറി അടിക്കും. അപ്പൊ പുള്ളിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ 0-ന് ഔട്ടാവുകയും ചെയ്യുന്ന ഇത് കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 100-150 റൺസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരാള്. രണ്ടാമത്തെ ആളുണ്ട്, അയാളുടെ 100 എടുത്തിട്ടില്ല, പക്ഷെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 50-60 റൺസ് മിനിമം എടുത്തിട്ടുണ്ട് എല്ലാ കളിയിൽ. 50-60 ആ റേഞ്ചുള്ള റൺസ്. അപ്പോ ആ ആളെ നമുക്ക് ഇറക്കാൻ ധൈര്യം, കാരണം മിനിമം ഒരു 50-60 റൺസ് കൂടി എടുത്തോളൂ. മറ്റത് അതിനല്ല,
മറ്റേ ചിലപ്പോൾ 0-ന് ഔട്ടാവുകയും ചെയ്യും. ഒരു താളം കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടെത്തും, കിട്ടിയില്ല ചിലപ്പോൾ 0-ന് ഔട്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു മിനിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെയാണ് നമ്മളെപ്പോഴും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വേരോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോ ഷിഖയ്ക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ നസീമക്ക് 4 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. ബിന്ദുവിന് 5 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ജയിച്ചവർക്കും ജയിക്കാതിരുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. യെസ്, ഇനി നമുക്ക് വീണ്ടും നമ്മുടെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മടങ്ങി വരാം. അതിൻ്റെ അകത്ത് 1-2 കൂടി നമുക്ക് നോക്കാം. യെസ്, ഇവിടെ കമന്റ് ചെയ്തത് ഹാങ് ഹിം. ഹാങ് ഹിം. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. ഹാങ് ഹിം. സെറ്റ് ദ കിങ്. സെറ്റ് ദ കിങ്. സാർ ഒന്നുകൂടെ പറയാമോ? ക്ലിയർ ആയി. ഓക്കെ, ഐ വിൽ. ഇവിടെ കോമഡ് ആകുന്നത് ഹാങ്, HANG, ഹാങ് ഹിം, HIM, ഹിം, ഹാങ് ഹിം. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. സെറ്റ് ദ കിങ്, SAID, സെറ്റ് ദ കിങ്. ഓക്കെ, കിങ് ആണ്. രാജാവ് ആണ് പറയുന്നത് തൂക്കിക്കൊല്ലുക അവനെ. അപ്പൊ എന്തായിരിക്കും രാജാവ് പറയുമ്പോ? ഒന്ന് തൂക്കിക്കൊല്ലാമെന്നാണ് കറക്റ്റ്. രാജാവ് മുഴുവൻ കമാൻഡ് ചെയ്യുള്ളൂ അല്ലേ? അപ്പൊ കമാൻഡ് ചെയ്യുമ്പോ നമ്മളെന്ത് പറയാം? അല്ല, അങ്ങനെ പറയുമ്പോ the king ordered or commanded to hang him. Okay, ബിന്ദു. Yes. Hang him. Hang തൂക്കിക്കൊല്ലുക. യെസ്, ഓക്കെ, ഒരാളല്ലേ വന്നുള്ളൂ. അപ്പൊ എന്താണ് ടു ഹാങ് ഹിം. ടു ഹാങ് ഹിം. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഇവിടെ കമാൻഡ് എന്ന് പറഞ്ഞത് കൊണ്ട് ചോദിക്കുകയാണ്. കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിയമമുണ്ട് അല്ലെ? LAW ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലോയർ എന്നൊക്കെ പറയുന്ന നിയമം തന്നെ ലോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമാൻഡ് ആൻഡ് ലോ? കമാൻഡ് ലോയിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കമാൻഡ് എന്ന് പറഞ്ഞൊരു ആജ്ഞയല്ലേ, അത് പറയും. ലോ എന്ന് പറയുമ്പോ നിയമം, അത് പാലിക്കുക, എഴുതി വെച്ചിരിക്കുന്ന. ഓക്കെ, ആൻസർ ഞാൻ ഉദ്ദേശിച്ചത് വന്നിട്ടില്ല. കുറച്ചുകൂടി അവിടെ നീങ്ങിയാൽ കറക്റ്റാണ്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ഒന്ന് ചിന്തിക്കും. ലോ ആയാലും കമാൻഡ് ആയാലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ഒന്ന് ചിന്തിക്കും. കമാൻഡ് എന്തായാലും നടപ്പാക്കേണ്ടതാണ്. ലോ പക്ഷെ നമുക്ക് തെറ്റിക്കാൻ പറ്റും. ലോ എന്ന് പറയുന്ന എല്ലാവരും പാലിക്കേണ്ടതാ. കമാൻഡ് എന്ന് പറയുമ്പോ ഒരാളോട് എന്താ ഒരു ചെറിയൊരു ഇവിടെ മാത്രം ഓർഡർ ഇടുന്ന അങ്ങനെയല്ലേ. ലോ എന്ന് പറയുമ്പോൾ കോമൺ. You are coming very near to answer. ചിന്നു, കമാൻഡ് എന്ന് പറയുമ്പോൾ കമാൻഡ് ചെയ്യുന്ന ആളതനുസരിക്കേണ്ട കാര്യമില്ല. He is only commanding, giving commands. പക്ഷെ ലോ എന്ന് പറയുമ്പോൾ ആ ലോ ഉണ്ടാക്കിയ ആളും ആ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥ. അതാണ് ലോയും കമാൻഡ് തമ്മിലുള്ള വ്യത്യാസം. ഈസ് ഗിവിംഗ് ദ കമാൻഡ്. കമാൻഡ് കൊടുക്കുകയാണ്.
പട്ടാളത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കമാൻഡാ കൊടുക്കുള്ളൂ. അവര് ആജ്ഞാപിക്കുകയാണ് ഇത് സ്ഥലത്തിന്റെ പോലെ ചെയ്യുന്ന പോലെ ചെയ്യാറ്. അത് കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടാവും. അദ്ദേഹം അത് ചീഫ് ആയിട്ടുള്ള ആൾ കമാൻഡ് കൊടുക്കും എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ട്. ഹീസ് നോട്ട് ഒബേയിങ്, ഹീസ് ഓൺലി കൺട്രോളിങ്. ഓക്കെ, അപ്പൊ കമാൻഡ് ചെയ്യുന്ന ആൾ അനുസരിക്കില്ല. പക്ഷെ ലോ എന്ന് പറയുമ്പോൾ ആ ലോ ഉണ്ടാക്കിയ ആള് ആ ലോ അനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് ഇവിടെ കോമൻ എഴുതുക. പ്ലീസ് do not punish, punish, punish the boy. Please do not punish, punish, punish the boy, boy. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യും. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. I said to SAID. I said to the teacher. I said to the teacher. Okay. Please do not punish the ദയവായി ആ കുട്ടിയെ ശിക്ഷിക്കരുത്. I said to a teacher. ഞാൻ അത് എന്ത് ചെയ്തു? ടീച്ചറിനോട് പറഞ്ഞു. അപ്പൊ ടീച്ചറിനോട് ഞാൻ പറയുമ്പോ ഒരു അഭ്യർത്ഥനയില്ലേ? അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ I requested the teacher. ബാക്കി നിന്നിരിക്കും. I requested the teacher ഓക്കെ ബിന്ദു കറക്റ്റ് ആണ്. ഓക്കെ ചിന്നു കറക്റ്റ് ആണ്. യെസ്, ഇനി ആരെങ്കിലും? ഇന്ന് എഴുത്താകെ രണ്ടുപേരുള്ളല്ലോ, ബാക്കിയുള്ളവരൊക്കെ പുറത്താണോ? ഓക്കെ ശിഖ. യെസ്, അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയാം, എന്ത് പറയാം? I said to the I requested the teacher. അപ്പൊ പ്ലീസ് വന്നപ്പോ റിക്വസ്റ്റ് വരുമ്പോൾ കറക്റ്റ് റിക്വസ്റ്റഡ്. അപ്പൊ പ്ലീസ് വേണ്ട. ഡു നോട്ട് എന്ന് പറയുന്നത് ഡോണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു നോട്ട് ടു പണിഷ് ദ ബോയ്, നോട്ട് ടു പണിഷ് ദ ബോയ്. ഓക്കെ, അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. വളരെ നല്ല രീതിയിൽ നിങ്ങളിത് പെർഫോം ചെയ്തു. അപ്പൊ ഇതിന്റെ കുറച്ച് ബാക്കി കാര്യങ്ങളും പിന്നെ വീണ്ടും കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കൂടി ഇതിനെ പഠിപ്പിച്ച് നമുക്ക് നോക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നോക്കാം. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ.